നമസ്കാരം. സുഭാഷിതം ഡിജിറ്റൽ ചാനലിലേക്ക് സ്വാഗതം. മുഖ്യമന്ത്രി രാജ്ഭവനിലേക്ക് പോകുന്നു. എന്നാൽ വിവാദം ഒഴിയുന്നില്ല. എല്ലാം വിവാദമാണ്. നമുക്ക് വിവാദങ്ങളുടെ പരമ്പരയാണ്. അതിൽ രാജ്ഭവന് പങ്കുണ്ടോ എന്നുള്ളതും ചർച്ച ചെയ്യണം. ഗവൺമെൻറ്റിന് പങ്കുണ്ടോ എന്നുള്ളതും ചർച്ച ചെയ്യണം. മീഡിയയ്ക്ക് പങ്കുണ്ടോ എന്നുള്ളതും ചർച്ച ചെയ്യണം. രാജ്ഭവൻ ഇപ്പോൾ ഒരു പരിപാടി വെച്ചിട്ടുണ്ട്. അവിടെ രാജ്ഹംസ എന്ന് പറഞ്ഞൊരു ത്രൈമാസിക, വളരെ നല്ലതാണ്. എഴുത്തുകാരവിടെ ഒരുപാട് പേരുണ്ട്. ഹരി എസ് കർത്തയെ പോലുള്ള എഴുത്തുകാരുണ്ട്, ഒരു ശ്രീകുമാറുണ്ട്, ജന്മഭൂമിയിലുള്ള. അപ്പോൾ ഒത്തിരി എഴുത്തുകാരുണ്ട് അവിടെ. അപ്പോൾ ഒരുപാട് നല്ല അക്കാഡമിക് കാര്യങ്ങളിലേക്കൊക്കെ രാജ്ഭവൻ ശ്രദ്ധിച്ചു തുടങ്ങിയിരിക്കുന്നു. രാജഹംസം എന്നൊരു ത്രൈമാസികയും വരുന്നു. മാസികയുടെ പ്രകാശന ചടങ്ങിന് മുഖ്യമന്ത്രി വിളിക്കുന്നു. സ്വാഭാവികമായിട്ട് ഗവർണറുടെ രാജ്ഭവനിൽ നിന്നിറങ്ങുന്ന മാഗസിനാകുമ്പോൾ അതിൻ്റേതായ പ്രാധാന്യമുണ്ട്. അത് മുഖ്യമന്ത്രിയെ പോലുള്ള ഒരാൾ പോയി കൈമാറ്റം ചെയ്യുമ്പോൾ അല്ലെങ്കിൽ പ്രകാശനം ചെയ്യുമ്പോൾ അതിൻ്റേതായ ഗൗരവമുണ്ട്. എന്നാൽ അതിൻ്റെ ഇടയിൽ ഒരു പണി നടന്നോ എന്നൊരു സംശയം മാത്രമാണ് കേട്ടോ. ശശി തരൂർ എം പിക്കാണ് കൊടുക്കുന്നത്. എന്നാൽ പിന്നെ ശശി തരൂർ എം പിയെ മാത്രം വിളിച്ചാൽ പോരെ ഇത് വാങ്ങാനായിട്ട്? പ്രതിപക്ഷ നേതാവിനെ ആശംസയ്ക്ക് വിളിച്ചിരിക്കുന്നു. അപ്പോൾ മുഖ്യമന്ത്രിയെ വിളിച്ചു, പ്രകാശന ചടങ്ങ് ഉദ്ഘാടനം പോലെ. അത് കഴിഞ്ഞിട്ട് ശശി തരൂർ എം പി അത് ഏറ്റുവാങ്ങുന്ന ആൾ ഓക്കെ സമ്മതിച്ചു. എം പി ആണ്, ശശി തരൂരാണ്, എഴുത്തുകാരനാണ്, അദ്ദേഹത്തെ വെച്ചു. പിന്നെ പ്രതിപക്ഷ നേതാവിന് എന്തിനാണ് ഫിറ്റ് ചെയ്തത്? അദ്ദേഹത്തിന് വേറെ ആശംസ വെച്ചു. സ്വാഭാവികമായിട്ടൊരു പ്രോട്ടോക്കോൾ ലംഘനം ഉണ്ടെന്നുള്ള ചർച്ച വ്യാപകമാണ്. കോൺഗ്രസ് വാളുകളിൽ വലിയ ചർച്ച നടക്കുന്നു. വി.ഡി. സതീശൻ പങ്കെടുക്കില്ല എന്ന് പറയുന്നു. എന്തിനാണ് ഇങ്ങനെ വാർത്തകൾ നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നത്? രണ്ട് ഭരണഘടനാ സംവിധാനങ്ങൾ, ഒന്ന് മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിലുള്ള ഗവൺമെൻറ്, രണ്ട് ഗവർണറുടെ നേതൃത്വത്തിലുള്ള രാജ്ഭവൻ. ഈ രണ്ട് സംവിധാനങ്ങളും കൂടി നാടിൻ്റെ ജനങ്ങൾക്ക് നന്മ ചെയ്യുന്നതിന് പകരം ഒരു മാഗസിൻ ഇറക്കുന്നത് പോലും വിവാദം, സകലത്തിലും വിവാദം ഉണ്ടാക്കുകയാണ് നമ്മൾ. ഇത് പർപ്പസാണോ? അറിയാതെ സംഭവിച്ചാണല്ലോ ഓക്കെ, തിരുത്താം. പർപ്പസാണോ? അതോ പ്രതിപക്ഷ നേതാവും ശശി തരൂരും ഒരു പാർട്ടിയിലുള്ളവരല്ലേ? പ്രതിപക്ഷ നേതാവിൻ്റെ കൂടി വിശ്വാസത്തിലെടുത്തുകൊണ്ടാണോ ഇതിങ്ങനെ ശശി തരൂരിനെ ഇങ്ങനെ വച്ചത്? ശരി, താങ്കളുടെ ആശംസയാണ് വെച്ചിരിക്കുന്നത്, മറ്റേ ആളിന് ഇത് വെച്ചിരിക്കുന്നത്, ഒരു പാർട്ടിയിലുള്ളവരല്ലേ, സംസാരിച്ചെത്തിയിരുന്നതല്ലേ? അല്ലെങ്കിൽ നമുക്കിവിടെ വലിയ പൊളിറ്റിക്സാണ് നടക്കുന്നത്. ഇതിൽ പൊളിറ്റിക്സ് ആവുമോ? ഇത് പൊളിറ്റിക്സ് അല്ല, പൊളിട്രിക്സ് ആവുകയാണ് ഈ കാര്യങ്ങൾ. എല്ലാം വിവാദം. ഭാരതാംബയെ വയ്ക്കുന്നില്ല, മുഖ്യമന്ത്രി വരുന്നതുകൊണ്ട് ഭാരതാംബയെ വയ്ക്കുന്നില്ല. നേരത്തെ മന്ത്രി പ്രസാദ് വന്നപ്പോൾ ഭാരതാംബയെ വച്ചതുമായി ബന്ധപ്പെട്ട് വലിയ വിവാദമായതുകൊണ്ട് ഇദ്ദേഹത്തെ വയ്ക്കുന്നില്ല. എന്തൊരു നാടാണിത്? എന്തിനാ ഇങ്ങനെ വിവാദം ഉണ്ടാക്കുന്നത്? ഔദ്യോഗികമായൊരു പരിപാടിയാണല്ലോ രാജ്ഭവനിൽ നടക്കുന്നത്. നമ്മൾ ആരെയും വിമർശിക്കുകയല്ല, ഫാക്ട്സ് ആൻഡ് ഫിഗേഴ്സ് ചർച്ച ചെയ്താണ് നമ്മൾ മുന്നോട്ട് പോകുന്നത്. അതാണല്ലോ ജനാധിപത്യത്തിൻ്റെ ശക്തി. രാജ്ഹംസ ഔദ്യോഗിക മാഗസിനാണ്. അപ്പോൾ അത് മുഖ്യമന്ത്രി ഇറക്കുന്നു, സന്തോഷമുള്ള കാര്യമാണ്. എല്ലാവരും വലിയ സദസ്സായിരിക്കും, നല്ല ചടങ്ങായിരിക്കും, വളരെ ആനന്ദവും സന്തോഷമുള്ളൊരു ചടങ്ങാണത്. നമ്മളെയൊക്കെ വിളിച്ച് നമ്മളും പോകും. ഞാൻ പല പരിപാടിക്കും അവിടെ പോയിട്ടുണ്ട്. പക്ഷേ ഇതിലും തർക്കം. ഇത് ഫിക്സ് ചെയ്തവർക്കാണോ പ്രശ്നം പറ്റിയത്? അത് പർപ്പസായിട്ട് ഫിക്സ് ചെയ്തോ? അതാണോ? പ്രോട്ടോക്കോൾ ലംഘനമാണോ? പ്രോട്ടോക്കോൾ ലംഘനം ഉണ്ടോ? ഇനി ഉണ്ട് എന്ന് പറയുന്നവരെ സംബന്ധിച്ച് പ്രോട്ടോക്കോൾ ലംഘനം ഉണ്ടോ? ഗൗരവതരമായ കാര്യങ്ങളാണ് ഇതൊക്കെ. എന്തായാലും വീണ്ടും വിവാദങ്ങളിലേക്കാണ് ഈ സംവിധാനം പോകുന്നത്. നമ്മളെ സംബന്ധിച്ച കൺസേൺ എന്ന് പറഞ്ഞാൽ വിവാദങ്ങളാണ്. എന്തിനാണ് ഇങ്ങനെ വിവാദങ്ങൾ ഉണ്ടാക്കുന്നത്? ഒരു മാഗസിൻ ഇറക്കുക, ബന്ധപ്പെട്ടവരെ വിളിക്കുക, പ്രോട്ടോക്കോൾ അനുസരിച്ച് വിളിച്ചുകൂടാത്തവരെ വിളിക്കാതിരിക്കുക, നമുക്ക് താല്പര്യമുള്ള ആളിനെ, താഴെയുള്ള ആളിനെ വിളിക്കുകയാണെങ്കിൽ മുകളിലുള്ള ആളിനെ വിളിക്കാതിരിക്കുക. ദാറ്റ് സിമ്പിൾ. അതിന് പിന്നെ വേറെ വാദം വരുള്ളൂ. ഇത് വിളിക്കുക, താഴെ വയ്ക്കുക, പിന്നെ വരാതിരിക്കുക. ആകെ ഒരു ജഗ പുകയായിട്ടാണ് നമ്മുടെ കേരള പൊളിറ്റിക്സ് പോകുന്നത്. ഒരു കാര്യമുള്ള കാര്യത്തിനല്ല ഇങ്ങനെ നമ്മൾ സമയം ചെലവഴിക്കേണ്ടി വരുന്നത്.